വർക്കൗട്ടിലോട്ട് കിടക്കാം. നമ്മളിന്ന് ഫുൾ ബോഡി സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ചെറിയ തരത്തിൽ ബേസിക് ആയിട്ട് ബിഗിനേഴ്സിനും കൂടി ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആദ്യം തന്നെ നമ്മൾ വാമപ്പ് ചെയ്യണം, ഫുൾ ബോഡി വാമപ്പ് ചെയ്യുക. അതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ആം സർക്കിൾസ് ഒരു 10 ടൈംസ് വൺ ഡയറക്ഷൻ ചെയ്യുക. ദെൻ ഓപ്പോസിറ്റ് 10 ടൈംസ് ആം സർക്കിൾസ് ചെയ്യാം. അതിനുശേഷം കൈ നിവർത്തി പിടിക്കുക, മുഷ്ടി ചുരുട്ടുക താഴോട്ട്. ഇതും 10 ടൈംസ്. ഓക്കെ, ഇതിനുശേഷം ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതും 10 ടൈംസ് വൺ ഡയറക്ഷൻ, ദെൻ 10 ടൈംസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജമ്പിങ് ജാക്സ് ആണ്. ജമ്പിങ് ജാക്സ് തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് 10 ടൈംസ് ആദ്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബോഡി വെയിറ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുക. ദെൻ കൈ രണ്ടും സൈഡിലോട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ചാടുക മേലോട്ട്. 1 2 3 4 5 ഇങ്ങനെ ഒരു 10 ടൈംസ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് കുറച്ചും കൂടെ ഓക്കെ ആയി വരുന്ന സമയത്ത്, നിങ്ങളുടെ ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആണ്, നോർമൽ ആയി എന്ന് തോന്നുന്ന സമയത്ത് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാം. ഓക്കെ, ഇത് 10 ടൈംസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് ഹൈ നീസ് ആണ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ജസ്റ്റ് കൈ ഇവിടേക്ക് പ്ലേസ് ചെയ്യുക. നമ്മുടെ കാല് ഈ കൈപ്പത്തിയിലോട്ട് വന്നിടിക്കുന്ന രീതിയിൽ മേലോട്ട് ഉയർത്താം. അപ്പോൾ ബിഗിനേഴ്സ് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റ് ഇതേ ഒരു സ്പീഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചും കൂടി കഴിഞ്ഞ് നിങ്ങളുടെ ബ്രീത്തിങ് ഓക്കെ ആണ്, നോർമലായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കിട്ടും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ചാടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ലൈക്ക് ദിസ്. ഓക്കെ, ഇതും 10 ടൈംസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ വാമപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. അപ്പോൾ പുഷപ്സ് നോർമൽ ഫ്ലോറിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്കിനി അതിനുള്ള സ്ട്രെങ്ത് ഇല്ല, നിങ്ങൾ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പുഷപ്സിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് വേ ആണ് വാൾ പുഷപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വാളിൻ്റെ അടുത്തുനിന്ന് ഒരു സ്റ്റെപ്പ് പുറകിലോട്ടേക്ക് നീങ്ങി നിൽക്കുക. അതിനുശേഷം നമ്മുടെ ഈ കൈപ്പത്തി നെഞ്ചിന് നേരെ വയ്ക്കുക. ജസ്റ്റ് അതേപോലെ പ്ലേസ് ചെയ്യാം. കൈ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഷോൾഡർ ലെവലിൽ തന്നെയാണ് കൈ ഇരിക്കണേന്നുള്ളത് ഉറപ്പ് വരുത്താം. നമുക്ക് പലതരത്തിൽ ഓൾട്ടർനേറ്റീവായിട്ട് അകത്തി വെച്ചും അടുപ്പിച്ച് വെച്ചൊക്കെ ചെയ്യാം. പക്ഷെ ഇന്നത്തെ രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഷോൾഡർ ലെവലിൽ വെച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ രീതിയിൽ വെക്കുക. നമ്മൾ മുട്ട് മടങ്ങുന്ന സമയത്ത് ദേഹത്തിനോട് ചേർന്നാണ് മുട്ട് മടങ്ങുന്നതെന്നുള്ളത് ഉറപ്പാക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് ചെയ്യുന്നവർ 20 ടൈംസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. 20 ടൈംസ് എന്തായാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സ്പീഡിൽ ഒരുപാട് പുഷ് ചെയ്ത് ബാക്കിലോട്ട് കൈ നിവരണം എന്നില്ല. നമ്മൾ ഈ ഒരു സ്പീഡിൽ ഇത്രയും രീതിയിൽ കൈ നിവർത്തുന്ന രീതിയിൽ 20 ടൈംസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനെ 20 ടൈംസ് 3 സെറ്റ്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20 ടൈംസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ 20 സെക്കൻഡ്സ് മിനിമം റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ 20 ടൈംസ് ചെയ്യുക. അങ്ങനെ ഓരോ 20 സെക്കൻഡിൻ്റെ റെസ്റ്റിൻ്റെ ടൈം കൊടുത്തുകൊണ്ട് 3 തവണ ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. 3 സെറ്റ് 10 ടൈംസ് ചെയ്യാം. ഓക്കെ, 10 വീതമുള്ള 3 സെറ്റുകളായിട്ട് ചെയ്യാം. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് സ്ക്വാട്ടാണ്. ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള സ്ക്വാട്ടാണ്. ബേസിക് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ സ്ക്വാട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡർ ലെവലിൽ തന്നെയാണ് നമ്മുടെ കാൽപാദം ഇരിക്കുന്നതെന്നുള്ള ഉറപ്പാക്കുക. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാഫിൻ്റെ ആംഗിളുടെയും അതുപോലെ നമ്മുടെ തൈസിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതും നമുക്ക് 3 സെറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അതും 30 സെക്കൻഡ് ഇടയിൽ ഗ്യാപ്പ് കൊടുക്കുക, റെസ്റ്റ് ടൈം കൊടുക്കുക. അങ്ങനെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. 10 ടൈംസ് നമ്മൾ ഓരോ സെറ്റും ചെയ്യാനായിട്ട് മിനിമം ശ്രദ്ധിക്കുക. 15 റെപ്സ് വരെ നമുക്ക് പോവാം.
ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അതും കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് ഹോൾഡ് ചെയ്യുന്ന ടൈം കുറച്ചുകൂടെ കൂട്ടാം. അപ്പോൾ നമുക്ക് ആ റെപ്സ് കൂട്ടാതെ അതേ രീതിയിൽ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനനുസരിച്ച് നിങ്ങളുടെ കാലിൻ്റെ, അതായത് നമ്മുടെ ഈ തൊടയുടെ അതുപോലെ തൈസിൻ്റെയും നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, കാല് ഷോൾഡർ ലെവലിൽ അകത്തി വെക്കാനായിട്ട് നോക്കുക. നമ്മുടെ ഇരിക്കുന്ന കാൽപാദം എന്ന് പറയുന്നത് വി ഷേപ്പിലോട്ട് വെക്കുക. നമ്മുടെ അപ്പർ ബോഡി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബട്ടക്സ് വേണം ആദ്യം താഴോട്ട് പോകാനായിട്ട്. ഇരിക്കുമ്പോൾ ഈ കാലിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് വേണം. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. നമ്മൾ നിവരുമ്പോൾ ഫുള്ളായിട്ട് നിവരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദേഹം നിവർന്നിരിക്കുക. നമ്മുടെ ഹിപ്പ് നിവരുമ്പോൾ, കാല് നിവരുമ്പോൾ ഫുള്ളായിട്ട് നിവരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. മിനിമം 10 ടൈംസ് ഫസ്റ്റിൽ ചെയ്യുക. 15 റെപ്സ് വരെ നമുക്ക് പോവാം. 15 റെപ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോൾഡ് ചെയ്യുന്ന ടൈം കൂട്ടാം. ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ദെൻ വീണ്ടും നിവർന്നു വരാം. അടുത്ത വർക്കൗട്ട് നമുക്ക് ഇഞ്ച് വേംസ് ആണ്. ഇഞ്ച് വേംസ് നമ്മൾ ഫുൾ ബോഡി തന്നെയാണ്, പ്ലസ് കാർഡിയോ കൂടി ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഫുൾ ബോഡി സ്ട്രെങ്തനിങ് പ്ലസ് കാർഡിയോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ ഫാറ്റ് ബേൺ ആവാനായിട്ട് നല്ലൊരു വർക്കൗട്ടാണ്. പിന്നെ ബിഗിനർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, ആദ്യമായിട്ട് ചെയ്യുന്നവർ മിനിമം 5 ടൈംസ് ചെയ്താൽ മതി. അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ എടുത്ത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്നത് നല്ല രീതിയിൽ ബ്രീത്ത് ഇൻടേക്ക് ചെയ്യുക, അതൊന്ന് ഹോൾഡ് ചെയ്യുക, ദെൻ സ്ലോലി വായിലൂടെ ബ്രീത്ത് പുറത്തേക്ക് വിടാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴാണോ നമ്മുടെ ദേഹത്തിന് സ്ട്രെയിൻ ആയിട്ട് തോന്നുന്നത് ആ സമയത്ത് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കരുത്. നമ്മൾ ബ്രീത്ത് മെല്ലെ പുറത്തേക്ക് വിടാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിനി വർക്കൗട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇതുപോലെ നിവർന്ന് നിൽക്കുക. നമ്മുടെ കാൽമുട്ട് ഒരുപാട് വളയാത്ത തരത്തിൽ മെല്ലെ താഴോട്ട് പോവുക. ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് കാൽമുട്ട് വളയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ വളയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളച്ച് ചെയ്താലും മതി. കൈപ്പത്തി ഫുള്ളായിട്ട് കുത്താനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ദേഹം സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുവരാം. ബോഡി ഫ്ലോറിന് പാരലൽ ആയിട്ട് എത്തിയെന്ന് കഴിയുമ്പോൾ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ അതേപോലെ കാൽമുട്ട് വളയാതെ ദേഹം തിരിച്ച് നിവർത്തി കൊണ്ടുവരാം. ഓക്കെ. ഇങ്ങനെ ഒരു 5 ടൈംസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മളുടെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട്, നമുക്ക് കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റെപ്പറ്റീഷൻസിൻ്റെ എണ്ണം കൂട്ടുക, അതുപോലെ ഹോൾഡ് ചെയ്യുന്നത് കൂട്ടുക. ഒരു കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് സ്ട്രെങ്ത്തും അതിനനുസരിച്ച് നല്ലൊരു ഫാറ്റ് ബേണിംഗ് വർക്കൗട്ടും കൂടിയാണിത്. രണ്ടെണ്ണം കൂടെ മിനിമം ചെയ്യുക. ഇതും നമുക്ക് 3 സെറ്റ്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്. 5 എണ്ണം വീതമുള്ള 3 സെറ്റുകളായിട്ടാണ് ചെയ്യേണ്ടത്. ഇത് ഓരോ സെറ്റ് കഴിയുമ്പോഴും മിനിമം 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് റെസ്റ്റിംഗ് ടൈം കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 1 മിനിറ്റിൽ കൂടുതൽ റെസ്റ്റ് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനനുസരിച്ച് മെല്ലെ വർക്കൗട്ട്സ് ചെയ്ത് തീർക്കാം. ഇതിൻ്റെ ഇടയിലൂടെ നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ വെള്ളം കുടിക്കുക. അത് ഒരു കവിള് മാത്രമായിട്ട് എടുത്ത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് നമുക്ക് പ്ലാങ്ക് ആണ്. പ്ലാങ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഷോൾഡേഴ്സ് ഒക്കെ കറക്റ്റായിട്ട്, നമ്മുടെ ദേഹവും കറക്റ്റായിട്ട് പോസ്റ്ററിൽ ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് കൂടെ ആരെങ്കിലും വാച്ച് ചെയ്യാനുണ്ട്, നമുക്ക് ഗൈഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഫുൾ ബോഡി കാണുന്ന തരത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതുപോലെ നല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം എടുക്കുക. ചരിഞ്ഞ് ചാഞ്ഞ് ഇരിക്കുന്ന സ്ഥലം എടുക്കാതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം എടുക്കുക. നിങ്ങൾക്ക് യോഗ മാറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ഈ കൈമുട്ടൊന്നും വേദനിക്കാതിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ
കാൽമുട്ട് കുത്തി നിൽക്കുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഞാൻ തുടക്കത്തിലുള്ളവർക്കും കൂടെ എളുപ്പമാവുന്ന തരത്തിൽ പറയുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നിൽക്കുക, കാല് കറക്റ്റ് ബാക്കിലോട്ട് നീട്ടി വെക്കുക. നമ്മൾ ഈ പൊന്തിയിരിക്കുന്ന ദേഹം ഫ്ലോറിന് പാരലൽ ആയിട്ട് വരുന്ന രീതിയിൽ വെക്കാം. നമ്മൾ കഴുത്തിങ്ങനെ തൂക്കിയിടുകയോ അല്ലെങ്കിൽ പൊക്കി പിടിക്കുകയോ ചെയ്യരുത്. ഫ്ലോറിന് പാരലൽ ആയിട്ടിരിക്കുന്ന തരത്തിൽ നമ്മുടെ തലയും ദേഹവും ഒക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒരു മിനിമം 10 സെക്കൻഡ് ഈ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. കൂൾ ഡൗൺ എക്സസൈസ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ബോഡി നല്ല രീതിയിൽ എല്ലാ മസിൽസും അതുപോലെ ജോയിൻസും കുറച്ച് ടൈറ്റായിട്ടും അതുപോലെ ഒരു നല്ല രീതിയിൽ ടോൺഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് കൂൾ ഡൗൺ എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ്സ് എങ്കിലും സമയമെടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതും നമുക്കിതുപോലെ കഴുത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ ബോഡി സ്ട്രെച്ചിങ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ കഴുത്തിൽ നിന്ന് തുടങ്ങാം. കഴുത്ത് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യാം. ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെവി ഷോൾഡറിൽ മുട്ടുന്ന തരത്തിൽ സൈഡിലോട്ട് നല്ല സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സൈഡിൽ നല്ല വലിയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതൊരു മിനിമം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അടുത്ത സൈഡ്, അതുപോലെ ഫ്രണ്ടിലോട്ട് താടി ചെസ്റ്റിലോട്ട് താഴ്ത്തി കൊണ്ടുവരാം. ഇനി അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെല്ലെ കൈ കൊണ്ട് തല ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, വളരെ മെല്ലെ. അതുപോലെ നാക്ക് മേലോട്ട് നമ്മുടെ പല്ലിന്റെ ഭാഗത്തേക്ക് മുട്ടിച്ച് വെക്കുക. എന്നിട്ട് മെല്ലെ ബാക്കിലോട്ട് വളയാം. ഈ ചെയ്യുന്ന എക്സസൈസ് നമ്മുടെ ഇവിടെയുള്ള ഡബിൾ ചിഹ്നമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫാറ്റ് കുറയാനായിട്ട് ഇത് നല്ലതാണ്. അതുപോലെ ബാക്കിലോട്ട് ഉയർത്തി പിടിച്ച് ജസ്റ്റ് സൈഡിലോട്ടും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ പുറകിലോട്ട് വെക്കുക. ഒരു കൈ സൈഡിലോട്ട് മുട്ടിലോട്ട് പിടിക്കുക, ദെൻ സൈഡിലോട്ട് വലിക്കുക. മെല്ലെ സൈഡിലോട്ട് വലിച്ചു പിടിക്കുക. ഒരു 5 സെക്കൻഡ് മിനിമം ഹോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ അടുത്ത സൈഡ് പുറകിൽ കൈ വെക്കുക, ദെൻ സൈഡിലോട്ട് വളയ്ക്കുക. അടുത്തത് നമ്മൾ ജസ്റ്റ് നിവർന്ന് വരാം. കൈ നിവർത്തി പിടിക്കുക, കൈയിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് അമർത്തി പിടിക്കുക, ദെൻ നെഞ്ചിലോട്ട് കൈ വലിച്ചടുപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് നല്ല രീതിയിൽ വലിയുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ അവിടുത്തെ മസിൽസ് ഒക്കെ ലൂസ് ആവാനും റിലാക്സ്ഡ് ആവാനായിട്ടുള്ള ഒരു കൂൾ ഡൗൺ എക്സസൈസ് ആണത്. 2 സൈഡും മിനിമം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമ്മൾ മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും കൂൾ ഡൗൺ എക്സസൈസ് ചെയ്യണം. അതിനും കൂടിയുള്ള ടൈം കണ്ടുപിടിച്ചുകൊണ്ട് വേണം നമ്മളുടെ വർക്കൗട്ട് ടൈം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ചെയ്യുന്ന എക്സസൈസ് നമ്മുടെ ഫോർ ആംസ് നല്ല രീതിയിൽ റിലാക്സ്ഡ് ആവാനായിട്ട് സഹായിക്കും. ജസ്റ്റ് കൈപ്പത്തിയിലോട്ട് പിടിച്ച് കൈത്തണ്ടയുടെ സൈഡിലോട്ട് വലിക്കാം. അതുപോലെ ഉള്ളംകൈ ഫുള്ളായിട്ട് പിടിച്ച് കൈത്തണ്ടയുടെ സൈഡിലോട്ട് വലിക്കാം. അതുപോലെ കൈ രണ്ടും ക്രോസ് ചെയ്ത് വെക്കുക. നേരെ ഫ്രണ്ടിലോട്ട് മാക്സിമം വലിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ സൈഡൊക്കെ നല്ല രീതിയിൽ വലിയും. അതുപോലെ നമ്മൾ പുറകിലോട്ട് കൈ പിടിക്കുക. എന്നിട്ട് മെല്ലെ ബാക്കിലോട്ട്, പറ്റുന്നവരാണെങ്കിൽ മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഉയർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ നെഞ്ചും ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ വലിഞ്ഞു. അതുപോലെ കൈ മേലോട്ട് നിവർത്തി പിടിക്കുക. നല്ല രീതിയിൽ വലിച്ചു പിടിച്ചുകൊണ്ട് സൈഡിലോട്ട് ചെരിയാം. അതുപോലെ നിവർന്ന് വരാം. അടുത്ത സൈഡ് നിവർന്ന് വരാം. കാല് രണ്ട് ചേർത്ത് വെക്കുക. ദേഹം ബാലൻസ് ചെയ്തതിന് ശേഷം മെല്ലെ കാൽവിരലിൽ വന്ന് തൊടാം. ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ നമ്മുടെ ദേഹത്തെ ഏതെങ്കിലും മസിൽസ് എവിടെയെങ്കിലുമൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയാനായിട്ട് ഇത്തരത്തിലുള്ള കൂൾ ഡൗൺ എക്സസൈസുകൾ, അതായത് സ്ട്രെച്ചിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നല്ല രീതിയിൽ മുട്ടുമ്പ പിടിച്ച് നേരെ നെഞ്ചിലോട്ട് നല്ല രീതിയിൽ വലിച്ചടിപ്പിക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിടിച്ച് എവിടെയെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് ചെയ്യുക.
അടുത്ത കാല്. കാല് രണ്ടും ക്രോസ് ചെയ്ത് ചവിട്ടുക. നേരെ കാൽവിരൽ മുകളിൽ തൊടുക. അതുപോലെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യുക. നേരെ കാൽവിരൽ മുകളിൽ തൊടുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്കൗട്ട്. വാമപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വാമപ്പിന് ശേഷം ഇന്നത്തെ വർക്കൗട്ട് ഫുൾ ബോഡി സ്ട്രെങ്തനിങ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുന്നു. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ വർക്കൗട്ട്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.